ഇതാണ് വാഴപ്പിണ്ടി. നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ ഇതിനെ വാഴക്കുഞ്ഞി എന്ന് പറയും. വാഴേൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണിത്. ഇത് കറി വെക്കാറുണ്ട്. ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണിത്. തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി മുറിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇതിങ്ങനെ വട്ടത്തിലരിയാണ്. കുറേ നാരുകളുണ്ട്. അപ്പോൾ നാരുകളുള്ള ഒരു ഭക്ഷണമായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. പിന്നെ ഇത് ഉള്ളി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിങ്ങനെ വട്ടത്തിൽ അരിയാനൊക്കെ ഭയങ്കര ഈസിയാണ്. നല്ല സുഖമാണ് ഇതിങ്ങനെ അരിഞ്ഞെടുക്കാൻ. ആ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതിന് ചേച്ചി ഇതുപോലെ വീണ്ടും നീളത്തിലരിയുന്നുണ്ട്. നീളത്തിലരിഞ്ഞിട്ട് അതിനെ നല്ലൊരു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. കുനുകുനാന്നരിഞ്ഞിട്ട് ചെറിയ പീസാക്കി മാറ്റുന്നുണ്ട്. തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിയുന്നത്. ഇതങ്ങനെ ഇതെല്ലാം കൂടി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനും കൂടി ചേച്ചീനെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ട് നമ്മളിത് തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. തോരൻ ഉണ്ടാക്കാൻ ആസ് യൂഷ്വൽ ചട്ടി വെച്ചു. അടുപ്പിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. അപ്പോൾ എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൽ തേങ്ങയും കൂടി ചിരകിയിട്ടിട്ടുണ്ട്. ആ മുറിച്ച് വെച്ചതിൽ വെളുത്തുള്ളിയും ഉള്ളിയും, ഇതിൽ മുളക് പൊടിയാണ് ഇടുന്നത്, അതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. അപ്പോൾ നമ്മൾ കടുക് വറക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി നമ്മളിങ്ങനെ ഇടിച്ച് വെക്കുന്നുണ്ട്. കടുക് വറുത്ത അതിലേക്ക് ഈ ചതച്ച വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ടു. അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. നമ്മൾ മീൻ കറി വെക്കുമ്പോൾ ഇട്ട അതേ സ്റ്റൈൽ തന്നെയാണ് ഇതും ഏകദേശം ചെയ്യുന്നത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട്, പച്ചമുളക് ഇടുന്നവർക്ക് പച്ചമുളക് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മുളക് പൊടി. ഈ മിക്സിലേക്ക് തേങ്ങയും നേരത്തെ അരിഞ്ഞു വെച്ച വാഴപ്പിണ്ടിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ടുള്ള മിക്സ് നമുക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എരിവും എല്ലാം പിടിക്കുന്ന പോലെ. അതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലൊന്നും ചേർക്കാനില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ചെറുതയിൽ വേവിച്ചിട്ട് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഇളക്കിയിട്ട് തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കാം.